we can study this electronic configuration of all these elements very easily. Engane? By using these tables. How to memorize these tables? It's also very easy. Because hello friends, this is Vishnu here. Welcome to my channel Tips, Tricks and Concepts by Vishnu. So in this video we will be dealing with the D block elements, the transition metals. Okay. So ഇന്നത്തെ ഈ വീഡിയോയിൽ ട്രാൻസിഷൻ മെറ്റൽസിനെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് പോകുന്നത്. ഓക്കെ, ആൻഡ് ഐ എം ഷുവർ ദിസ് വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു മെമ്മറൈസ് ദീസ് ചാപ്റ്റേഴ്സ് വെരി ഈസിലി. ഓക്കെ, അതായത് നിങ്ങളുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ അത്രയും ബ്ലോക്ക് എലമെന്റ്സിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഫുൾ ആയിട്ട് കുറേ റിപ്പീറ്റഡ് ആയിട്ട് കുറേ പോയിന്റ്സുകൾ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതൊരു ഹെക്റ്റിക് ചാപ്റ്റർ ആയിട്ട് തോന്നുന്നത്. പക്ഷേ അതിനൊരു ജനറലൈസ് ചെയ്ത് പഠിച്ചാൽ, ഓക്കെ, ഇഫ് യു സ്റ്റഡി ഇറ്റ് ഇൻ എ ജനറലൈസ്ഡ് മാനർ വിത്ത് സം ട്രിക്സ്, ദെൻ യു വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വി വിൽ ഡീൽ ഇൻ ആൻ ഓറിയന്റഡ് മാനർ. ഓക്കെ, എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഇറ്റ്സ് ബെറ്റർ ഫോർ യു ടു റൈറ്റ് ഡൗൺ ദ പോയിന്റ്സ്. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ, ഒരു ബുക്കിൽ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. സോ let's start the topic without wasting any time. Also, if you haven't subscribed my channel yet, please subscribe the channel as soon as possible and also share it with your friends. So let's go to the video. So what do you mean by transition elements? Transition elements are nothing but elements with incompletely filled d orbitals in its ground state or in any of its oxidation states or excitation states. Okay, that is incompletely filled ആയിട്ടുള്ള d orbitals. d orbitals അറിയാലോ, എത്രണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. There are 5 d orbitals and unpaired electrons ഉള്ള d orbitals ഉള്ള ആറ്റംസിനെ അതായത് എലമെന്റ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് യു നോ ദാറ്റ് ഈ ഗ്രൂപ്പ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രം ഗ്രൂപ്പ് 3 to group 12. Okay, group 3 to group 12 വരെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ആൻഡ് ഫ്രം വിച്ച് പീരീഡ്? 4th പീരീഡ്. അതായത് 3D series, 4D series, 5D series, 6D series. 6D series is not yet completed. Okay, അപ്പോൾ 3D series അതിൽ ഒരിക്കലും കൺഫ്യൂഷൻ വരാൻ പാടില്ല. 3D series ആൻഡ് 4th പീരീഡ്. ഓക്കെ, അപ്പോൾ അതിൽ 4th പീരീഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. ആൻഡ് ഐ വിൽ ഗിവ് certain tricks to learn and remember all their values like ionization enthalpies, the color of ions and so on. Okay, പിന്നെ വേറൊരു കാര്യം കൂടെ, അതായത് I have told you that transition elements means incompletely filled d orbitals. Okay, so പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, if you look, okay, you can see that, okay, the zinc, cadmium and mercury, that is the group 12 elements will be having d10, that is completely filled d orbitals, and hence it is not a proper or a pure transition element, but still we study them under the transition elements. Okay, so let's go to the topic proper. Okay, so as an introduction sake, ഒരു കാര്യം എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇത് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്? ഓക്കെ, വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ബിക്കോസ് ഇറ്റ് ഇസ് പ്രസന്റ് ബിറ്റ്വീൻ ദി എസ് ആൻഡ് പി ബ്ലോക്ക്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നൗ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് റിഗാർഡിംഗ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൻഡ് വി ഹാവ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-d 1 to 10, n is 1 to 2. ഇങ്ങനെ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ നമുക്ക് വി ക്യാൻ സ്റ്റഡി ദിസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് all these elements very easily. Engane? By using these tables. How to memorize these tables? It's also very easy because here only one thing that you have to notice, that is ns. ഒരു n ആണ് ഒരു പീരീഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. That is the first transition series is nothing but the 3D series or the 4th period. Okay, that is n-1. Okay, so അപ്പോൾ എങ്ങനെയാ പറയാ നമ്മൾ? So we will tell the electronic configuration as shown here. So first series അതെങ്ങനെ ഓർത്ത് വെക്കാം? Cent, Vikram and Fico, Nicosin. I hope most of you know this mnemonic. അതായത് Cent, scandium, titanium, Vikraman, vanadium, chromium and manganese, Fico, iron and cobalt, nickel, copper and zinc. Okay, Fico, Nicosin. Okay, so അതാണ് നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ന്യൂമോണിക് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അതിൽ എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ചേഞ്ച് വരുന്നത്? അകപ്പാടെ ആ എക്സെപ്ഷൻ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി എല്ലാത്തിലും NS2 ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഇവിടെ 4s2 ആൻഡ് 3D കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണും ആഡ് ചെയ്ത് കൊടുത്താൽ മതി അറ്റോമിക് നമ്പർ അനുസരിച്ച്. അതായത് സ്കാൻഡിയം എന്ന് പറയുന്നത് 21, നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത് 30. ഓക്കെ, അപ്പോൾ എക്സെപ്ഷൻ വരുന്നത് എവിടെയൊക്കെയാണ്? നമ്മളുടെ ക്രോമിയത്തിലും കോപ്പറിലും. അതെങ്ങനെയാണ്? അവിടെ 4s1, 3D5ഉം 3D10ഉമാണ്. ഓക്കെ, ദാറ്റ് ഇസ് എക്സെപ്ഷൻ. നൗ ദ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് സീരീസ്, അതിലാകപ്പാടെ കുറച്ചെണ്ണം മാത്രമേ ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. യു നീഡ് ടു റിമെമ്പർ ഓൺലി എ ഫ്യൂ
That is, palladium is the only element which is having 0 electrons in the 5s orbital. Okay, ബാക്കി ഈ ഡി ബ്ലോക്കിലുള്ള ഒരു എലമെന്റ്സിലും ഈ 0 ഇലക്ട്രോൺസ് എസ് ഓർബിറ്റലിൽ വരുന്നില്ല, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. പിന്നെ വേറൊരു എക്സെപ്ഷനും കൂടെ പഠിക്കാം, അതായത് ഇറ്റീരിയവും സിർക്കോണിയവും പിന്നെ അവസാനത്തെ നമ്മളുടെ കാഡ്മിയവും. അപ്പോൾ ഇവിടെ മൂന്നെണ്ണത്തിലും വാട്ട് ഈസ് ദ common thing and what is the exception? Only these three are having 2 electrons in the 5s orbital. Okay, ബാക്കി എല്ലാത്തിലും only 1 electrons each. Okay, you must note only the exceptions. അപ്പോൾ ഇതിൽ എല്ലാം ഒന്നും ചോദിക്കാനൊന്നും സാധ്യതയില്ല. only some chances for zirconium and for cadmium and for platinum. Okay, അത്ര മാത്രമേ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇനി അടുത്ത് നെക്സ്റ്റ് വൺ, അതായത് നമ്മളുടെ 3D series, 4D series and now the 5D series. And in this one, what is the exception? We have 1 9. Okay, 1 9 is occurring here and it is in the case of platinum. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഗ്രൂപ്പാണ്, that is chromium, molybdenum, tungsten. That is the 6th group. അതിൽ എന്താ പ്രത്യേകത? ഓക്കെ, ആ ഒരു സാധാരണ നമ്മൾ 1 5 ആണ് ഫസ്റ്റ് രണ്ട് പീരീഡിലും പറയുന്നത് 3D and 4D series. But in the case of 5D series, that is the tungsten, we have our 2 4. okay, അല്ലാതെ നമ്മളുടെ 1 5 അല്ല. ഓക്കെ, സോ അവിടെ ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽ അല്ല. ഓക്കെ, അതും കൂടെ ഓർത്ത് വെക്കുക. ഓൾസോ ഇൻ ദ 4th series also we are having the 110. okay, there is 1 electron in the s orbital only in case of our proengenium. okay, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഞാൻ just for completion sake പറഞ്ഞു എന്നേ ഉള്ളൂ. That's so now we have studied the electronic configuration of almost all the important d block elements. okay, വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? കാരണം എക്സെപ്ഷൻസ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല ഇതിലുള്ള എല്ലാം ഒന്നും നിങ്ങളെടുത്ത് ചോദിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, ആൻഡ് ഫർദർ നിങ്ങൾക്ക് ഈവൻ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള രണ്ട് പീരീഡ്സിൻ്റെയും element order, okay, the order of elements in the next 2 series will be given to you as separate video, okay, as mnemonics. Now next we are having differences in the electronic configuration here. നമ്മൾ s block p block പഠിക്കുമ്പോൾ we are not seeing any such differences, there is except for a few like nitrogen. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസസ് ഒക്കെ വരാൻ കാരണം? ബിക്കോസ് the d orbital of the penultimate shell എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ഷെല്ല്, and the s orbital in the outermost shell will have, okay, are having almost very negligible energy gap. okay, വളരെ കുറച്ച് എനർജി ഗ്യാപ്പ് മാത്രമേ അത് തമ്മിലുള്ളൂ. so we are having the electron transfer very easy. okay, so we are getting many other more stable electronic configuration as in case of our chromium, copper, palladium, platinum, etc. now the next point, അടുത്ത പോയിന്റ് എന്താണ്? അതായത് ഈ ഇത്രയും ഭാഗത്ത് ഈ ഒരു പാരഗ്രാഫിൽ എൻ്റെ കൊടുത്തേക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, that is the d orbitals. okay, the d orbitals project outwards, okay, project out of the shell of the atom more than the other orbitals. okay, മറ്റേ എസും പിയും ഓർബിറ്റലിനെക്കാളും d ഓർബിറ്റൽ project more outwards and hence it is influenced. okay, the electrons of d orbitals are influenced by the surroundings കാരണം influenced ആണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്? we have, okay, they are paramagnetic, okay, because of when there are unpaired electrons, then they show colored ions, then they form complexes, they show variable oxidation states, then adu koodade they are also having electrical properties, okay, electrical conductivity, metallic luster, etc. then they have many other further properties which we will be studying. okay, idellathineyum kaaranam endha? the unpaired electrons in the d orbitals. okay, now next one, അതായത് നമ്മളുടെ എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. okay, this table is seldom asked. okay, the chance is very less but it has been asked. okay, so how to remember it very easily? It's very easy, that is you can remember it as HBC. എങ്ങനെ HBC? first 2 of the series all are having HCP. okay, and also if you can please remember that there is also HB, that is BCC also present here. next മൂന്നെണ്ണത്തിന്, okay, next മൂന്നെണ്ണത്തിന് we have the BCC structure. പിന്നെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്, അത് അവസാനം പറയാം. അതായത് all middle elements, that is നമ്മുടെ മാംഗനീസിന്റെ ഗ്രൂപ്പിലുള്ള all elements are having only HCP structure. okay, അതുപോലെ തന്നെയാണ് നമ്മളുടെ ഫുള്ളി ഫിൽഡ് d ഓർബിറ്റലുള്ള okay D10 elements, zinc, cadmium and mercury. okay, zinc, cadmium and mercuryയിലും ഇതേപോലെ HCP മാത്രമേ ഉള്ളൂ. അപ്പോൾ മിഡിൽ ഓഫ് ദ സീരീസിലും എൻഡ് ഓഫ് ദ സീരീസിലും okay you have only the
HCP structures. Okay, HCP structures are only present, HCP lattices are only present in the middle and the end of the series. Now അപ്പോൾ 3 B ആയി. Okay, H2 B3. Okay, B3 എന്ന് പറയുന്നത് ആ മൂന്നാമത്തെ B എന്ന് പറയുന്നത് after this middle. Okay, then you have 3C. Okay, that is HBC. Okay, CCP. Okay, 2H 3B 3C. So HBC. ഇത് നിങ്ങൾ ത്രൂ ഔട്ട് നോക്കിയാലും ഇത് അങ്ങനെ തന്നെയാണ്. Okay, there is no change. And in this way you have studied its structure very clearly. And അതിൽ തന്നെ നോട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മാത്രം പറയാം. അതായത് കോപ്പറിന്റെ ഒക്കെയാണ് മെയിൻ ആയിട്ട്. That is you have the CCP structure. Okay, then you have chromium, you have the BCC structure. Okay, so that's all. Now next point, it is very hard and it is less volatile. Okay, low volatility, and it is also having high melting and high boiling points. And melting point in the graph ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, and boiling point depends upon the atomization, enthalpy of atomization ന്റെ അതേ ഓർഡർ ആണ് അത് എടുക്കുന്നത്. So we can study their order very clearly now. Okay, അതിൽ നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ why it is having high melting points. Okay, it is having high melting points because of the presence of many unpaired electrons in the outermost d orbitals. Okay, അപ്പോൾ എല്ലാത്തിനും എന്ത് ചോദിച്ചാലും unpaired d electrons. Okay, അത്രയേ ഉള്ളൂ. Then next one. Okay, അപ്പോൾ unpaired d electrons ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? More metallic bonding occurs, and that's why these transition elements are having a high melting point. And അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്? The trend is very easy. So how to study it very easily? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ just before the middle of the series, അതായത് നമ്മളുടെ മാംഗനീസ് ഒക്കെ വരുന്നില്ലേ? Okay, just before manganese, until before manganese, the melting point of the transition element compounds are increasing. The melting point of transition metals are increasing. So, and after that what happens? Okay, after that, okay, ആദ്യത്തെ ആ ഒരു 4 elements അല്ലെങ്കിൽ 3 to 4 elements കഴിഞ്ഞു കഴിഞ്ഞാൽ it goes on decreasing. Okay, so that is the trend in every period, and you need to remember only in the case of our first period. Okay, so ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ okay, we have the tungsten having the highest melting point. So in short, what is happening? Okay, the melting points, higher melting points are due to the involvement of the n-1d electrons, also in addition to the ns electrons in metallic bonding, that is interatomic metallic bonding. Okay. So this and all can be asked for you as statements. Okay, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്കാണെങ്കിൽ അതൊക്കെ ഒരു പോയിന്റ് ആയിട്ട് ആൻസേഴ്സിൽ എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഗീവ് റീസൺസ് ആയിട്ടും മറ്റും ഒക്കെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. So next one, that is enthalpy of atomization. Enthalpy of atomization exactly the same order. Okay, അതായത് what do you mean by enthalpy of atomization? Okay, when a molecule breaks to give its atoms, okay, when 1 mole of such atoms are produced from its parent molecule. For example, ഇപ്പൊ നമ്മളൊരു chlorine gas, okay, half molecule of chlorine gas ൽ നിന്ന് ഒരു ക്ലോറിൻ ആറ്റം കിട്ടാനായിട്ട്, okay, the energy change involved in getting a chlorine atom from half a mole of chlorine gas Cl2 is the enthalpy of atomization, and it is also increasing up to the middle. Okay, just before the middle for the first 3 to 4 elements, and then goes on decreasing. Now down the group, what is happening? Down the group, both melting point as well as the enthalpy of atomization is increasing tremendously. Okay, is increasing tremendously. Okay, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is more towards the outside, and it can involve in higher metallic bonding. Okay, why the transition elements are having a high metal bonding? This is because of the high enthalpy of atomization. This is especially in the case of heavy transition metals. കാരണം down the group എന്താണ് ചെയ്യുന്നത്? The enthalpy of atomization is increasing tremendously. Okay, so that's all. ഇനി അടുത്തത്, now the ionic and the atomic and the ionic sizes. Okay, അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്? Okay, so അതിൽ ആദ്യം ഡൗൺ ദ ഗ്രൂപ്പ് പറയാം, എന്നിട്ട് അക്രോസ് ദ പീരീഡ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഫസ്റ്റ് നമ്മളുടെ 3D സീരീസിന് വെച്ച് മാത്രം ഞാൻ പറയും. ഓക്കെ, അത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. So down the group എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? Okay, we have atomic size ആയാലും ശരി, ionic size ആയാലും ശരി, it is constantly increasing, but there is one thing, there is one exception, that is നമ്മൾ when we consider the 4D series elements with respect to our 3D series elements, then ആ 4D സീരീസിലുള്ളത്, അതായത് നമ്മളുടെ 5th പീരീഡിലുള്ള ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അറ്റോമിക് റേഡിയായി
will be very much greater than that of our fourth period, that is scandium to zinc. Okay, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റീരിയത്തിന്റെ അറ്റോമിക് റേഡിയ അഥവാ അയണിക് റേഡിയ എന്ന് പറയുന്നത് സ്കാൻഡിയത്തിനെക്കാളും വളരെയധികം ഹൈ ആയിരിക്കും. ഓക്കെ, ആസ് ഷോൺ ഇൻ ദ ഗ്രാഫ് ഹിയർ. but the difference in atomic radii and the ionic radii is very less as we go from 4D to 5D and 5D to 6D series. Why? Okay, that point is very, very important, and it is constantly being asked for board exams, entrance exams and so on. That is lanthanoid contraction. അതായത് ഈ ഒരു 5D സീരീസിൽ എന്താ സംഭവിക്കുന്നത്? We have the 4f orbitals also coming in. അതായത് നമ്മുടെ ലാന്തനോയിഡ്സും അതായത് എഫ് ബ്ലോക്ക് എലമെന്റ്സും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് we have the shielding of the outermost electrons. The shielding of the നമ്മളുടെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിന്റെ ഷീൽഡിംഗ് എഫക്റ്റ് ഈ എഫ് ബ്ലോക്ക് കാരണമുള്ള ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവാണ്. ആൻഡ് ദാറ്റ്സ് വൈ ആൻഡ് ഇറ്റ് ഈസ് ഈവൻ മോർ ലെസ് ദാൻ ദാറ്റ് ഓഫ് അവർ ഡി ബ്ലോക്ക് എലമെന്റ്. അതായത് നമ്മളെ ഒരു when we take an atom, its nucleus, which is a positive charge, is attracting the outermost pair of outermost electrons, alle valence shell electrons ne it is attracting. And this is being shielded by the middle layer of electrons. Middle orbitals ulla electrons okke adine shield cheyana cheyyunnathu. But in the case of f and d orbitals, എഫ് ആൻഡ് ഡി ഇലക്ട്രോൺസിന്റെ ഷീൽഡിംഗ് ഇഫക്റ്റ് ഷീൽഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓൺ ദി വാലൻസ് ഷെൽ വിൽ ഡിക്രീസ്. പക്ഷേ ഇവിടെ ഷീൽഡിംഗ് നേരാവണ്ണം എഫക്റ്റീവ് അല്ല. Shielding is not that much effective. So what happens? The outermost electrons, the effective nuclear charge on the valence shell electrons will be more, and hence it will be attracted towards. So adugondana adayathu if we have the effective nuclear charge is increasing, that is because atomic number is increasing. Alle atomic number increase ചെയ്യുമ്പോൾ പ്രോട്ടോൺസ് ന്റെ നമ്പർ കൂടും. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും കൂടും. പക്ഷേ എന്താ പറയുക? ഷീൽഡിംഗ് ഇഫക്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഇഫക്റ്റ് എന്താ സംഭവിക്കുക? ഈ 5D സീരീസിലായാലും 6D സീരീസിലായാലും ഈ നമ്മളുടെ തൊട്ടു മുമ്പത്തെ 4D സീരീസിലെ എലമെന്റ്സിന്റെ അറ്റോമിക് റേഡിയനോട് അടുത്തിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് ഷോൺ ഇൻ ലാന്തനോയിഡ് കൺട്രാക്ഷൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം യു ക്യാൻ സീ ദ അറ്റോമിക് റേഡിയ വിച്ച് ആർ വെരി മച്ച് ക്ലോസ് ടു ഈച്ച് അതർ. പിന്നെ അടുത്തത് അതായത് നമ്മൾക്ക് ഈ ടേബിൾ പഠിക്കാം. ഹൗ ടു സ്റ്റഡി ദിസ് ടേബിൾ ഇഫക്റ്റീവ്ലി. So first one, order of atomic and ionic radii. അപ്പോൾ ആദ്യം നമ്മൾ അറ്റോമിക് റേഡിയയുടെ കാര്യം പഠിക്കാം. അപ്പോൾ ഇതിൽ യു നീഡ് നോട്ട് റിമെമ്പർ എനി ഓഫ് ദീസ് വാല്യൂസ്. ഒരു വാല്യൂസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നില്ല, പക്ഷെ ഓർഡർ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. സോ അതിലും അറ്റോമിക് റേഡിയ മാത്രമാണ് ഇത്രയെങ്കിലും ചോദിക്കാവുന്നത്. അയണിക് റേഡിയയുടെ ചാൻസ് ഒക്കെ റിലേറ്റീവ്ലി കുറവാണ്, എന്നാലും ഞാൻ അതും കൂടെ പറയാം. ഇവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ദി points, or if you look at the values, you can see that ഇതിന്റെ ഫസ്റ്റ് അറ്റോമിക് റേഡിയയുടെ ഓർഡർ എങ്ങനെയായിരിക്കും? ഒരു W വരയ്ക്കും പോലെയാണ്. You can remember it as a W. എങ്ങനെ? അതായത് it is decreasing up to the middle, and then പക്ഷെ മിഡിലും ആ എൻഡിലും മാത്രം ഒരു പീക്ക് ഉണ്ടാവുന്നു, ഒരു ഇൻക്രീസ് ഉണ്ടാവും. സിങ്കിലും മാംഗനീസിലും you have an increase. And hence you can remember it as a W. അത് കൂടാതെ ഈ ഒരു സിങ്കിന് മുൻപ് തന്നെ for copper also you are having an increase with respect to our nickel. നിക്കലിനെക്കാട്ടിലും കോപ്പറിനും സിങ്കിനും കുറച്ചും കൂടെ കൂടുതലാണ്. That's all. This is all you have to remember. ഈ ഒരു ഓർഡർ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും നിങ്ങൾക്ക് വരുള്ളൂ. M2+ അയോണിന്റെ റേഡിയ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രോമിയത്തിനും മാംഗനീസിനും ക്രോമിയത്തിനും മാംഗനീസിനും we have an increase, and again an increase is in case of our zinc. അപ്പോൾ മിഡിൽ എന്തായാലും ഒരു ചെറിയ ഇൻക്രീസ് കാണാൻ സാധിക്കും. സോ ഇൻ ഷോർട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? It is decreasing, but it is there is a small increase in the middle and also at the end of the series. അപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ മാംഗനീസിന്റെ അവിടെയും ആ എൻഡിലാണെങ്കിൽ അവസാനത്തെ 2 elements, that is copper and zinc, അവിടെ മാത്രമേ ഒരു ഇൻക്രീസ് ഉള്ളൂ. പക്ഷേ തൊട്ട് താഴത്തെ ആണെങ്കിലോ if you look at the M2+ ionic radii, then you can see that the radii will be having a small increase in case of chromium and manganese, and also in case of zinc.
പിന്നെ M3+ ionic radii order നോക്കുകയാണെങ്കിൽ again it is decreasing. Okay, the ionic radii as a whole is decreasing, but we have a peak near the middle. Okay, that is in case of manganese and iron. Okay, ആദ്യം chromium and manganese ആയിരുന്നു M2+ൽ, ഇവിടെ manganese and iron. Okay, ആ ഒരു ഓർഡർ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. So that's all. Now next one, that is density. എങ്ങനെ നിങ്ങൾക്ക് ഡെൻസിറ്റി ഓർത്തു വെക്കാം? Okay, ഈ വാല്യൂസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് അല്ലേ എന്ന് മാത്രം നോക്കുക. ജസ്റ്റ് ലുക്ക് വെദർ വാട്ട് ഐ ആം ടെല്ലിംഗ് ഇസ് കറക്റ്റ്. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് ഫ്രം സ്കാൻഡിയം ടു കോപ്പർ ദ ഡെൻസിറ്റി ഈസ് ഇൻക്രീസിങ്. വൈ? ബിക്കോസ് ദർ ഈസ് ഇൻക്രീസ് ഇൻ അറ്റോമിക് മാസ്, but there is decrease in atomic radii. Okay, so we have, okay, volume is decreasing, mass is increasing. Mass per unit volume is density. So density is increasing from scandium to copper, but except in the case of zinc, where zinc it is decreasing, and അതിൻ്റെ വാല്യൂ എവിടെയാണ് ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ക്രോമിയത്തിനെക്കാളും താഴെയായിട്ടാണ് അതിൻ്റെ വാല്യൂ ഇരിക്കുന്നത്. Now let's go to the ionization enthalpies. Ionization enthalpy. അപ്പോൾ ionization enthalpy എന്ന് പറയുമ്പോൾ we are removing an electron. Okay, we are removing an electron to form a positive ion. So ionization enthalpy നോക്കുകയാണെങ്കിൽ we have to look at the first, second and third ionization enthalpies. ഈ ionization enthalpyയുടെ കേസിൽ you need to remember only some important things. That is, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ in case of first ionization enthalpy, that is removing the first electron, means ആ ഒരു ഡിഫറൻസ് ഇൻ ionization enthalpy is very small and also it is altering. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചോദിക്കാനുള്ള വഴി അങ്ങനെ കാണുന്നില്ല. പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം? ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ കോപ്പറിനെയും സിങ്കിനെയും കമ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം, ക്രോമിയത്തിനെയും മാംഗനീസിനെയും കമ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. സോ ഹൗ യു വിൽ ആൻസർ? Okay, you can see that, you can remember that നമ്മുടെ ക്രോമിയത്തിൽ എന്താ പ്രത്യേകത? We have the it has the outermost electronic configuration, that is 4s1 3d5 അല്ലേ? സോ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ആ 4sലുള്ള ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ സ്റ്റേബിൾ ആ ഒരു 5d കോൺഫിഗറേഷൻ ഉണ്ട്. So അതുകൊണ്ട് തന്നെ the first ionization enthalpy is relatively lower. The same is the case for our copper when compared to our zinc. Okay, അതായത് നമ്മൾ കോപ്പർ നോക്കുകയാണെങ്കിൽ it is having an outermost only one electron in the 4s orbital. So അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ we have a stable d10 configuration അല്ലേ? സോ പക്ഷേ സിങ്കിന്റെ കേസിലാണെങ്കിലോ in zinc we have two electrons. It is already in stable state 4s2 3d10. സോ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു സ്റ്റേബിളിൽ നിന്ന് ഒരു റിലേറ്റീവ്ലി ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചറിലോട്ട് മാറ്റുക. സോ ഇറ്റ്സ് ഫസ്റ്റ് ionization enthalpy വിൽ ബി ദ ഹയസ്റ്റ് എമംഗ് ഓൾ ദീസ്. ഓക്കെ, സിങ്കിൻ്റെത്. പക്ഷേ സിങ്കിന്റെ സെക്കൻഡ് ionization enthalpy നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ഇറ്റ് വിൽ ബി ലെസ്. വൈ? ബിക്കോസ് വി ആർ റിസൾട്ടിങ് ദി ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി d10 കോൺഫിഗറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ മാംഗനീസിന്റെയും അതുപോലെ തന്നെ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ദി പ്രീവിയസ് എലമെന്റ്. ദാറ്റ് ഈസ് ഇപ്പോൾ സിങ്കിനാണെങ്കിൽ second ionization enthalpy of zinc will be lower than that of copper. Similarly, second ionization enthalpy of manganese will be lesser than that of chromium. പക്ഷേ തേർഡ് ionization enthalpy നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ്. ഓക്കെ, ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ് വിത്ത് എ സ്മോൾ എക്സെപ്ഷൻ, ദാറ്റ് ഈസ് അറ്റ് ദി മാംഗനീസ് ആൻഡ് അയൺ. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് ട്രെൻഡ്? തേർഡ് ionization enthalpy വളരെ ഈസിയാണ്, കാരണം ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ് ത്രൂ ഔട്ട് ദ പീരീഡ്. പക്ഷേ വിത്ത് ആൻ എക്സെപ്ഷൻ അറ്റ് മാംഗനീസ് ആൻഡ് അയൺ. അതായത് മാംഗനീസിൽ ഒരിത്തിരി കൂടുതലും അയണിന് റിലേറ്റീവ്ലി ക്രോമിയത്തിനെക്കാളും കുറവുമാണ്. വൈ? ബിക്കോസ് മാംഗനീസിൽ നമ്മൾ വീണ്ടും എഫക്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള d5 കോൺഫിഗറേഷനെയാണ്. അതായത് ആ d5ന്ന് ഒരു ഇലക്ട്രോണിനെ നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു എ ലെസ് സ്റ്റേബിളർ അയോൺ. സോ ഇറ്റ് ഈസ് ഹാവിങ് എ ഹയർ ionization enthalpy. ഓക്കെ, തേർഡ് ionization enthalpy. പക്ഷേ അയോണിലാണെങ്കിലോ ആ മൂന്നെണ്ണം എടുക്കുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ഹാവിങ് എ ഹാഫ് ഫിൽഡ് d orbital, that is d5 സ്റ്റേറ്റിലേക്ക് പോകും, which is more stable, and hence it is having lesser third ionization enthalpy than our chromium. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ഇനി വളരെ ഈസി ആയിട്ട് ഞാൻ പഠിപ്പിച്ചത് നിർത്താം. ഓക്കെ, ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നിങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഹാഫ് വരെ മാംഗനീസ് വരെ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ് ഫ്രം it is constantly increasing, അതായത് +3 +5 +6 +7. Okay, manganese is having the highest number of oxidation states, അതായത് +2 to +7. പക്ഷേ after manganese until zinc we have mainly +2 as the oxidation state. Okay, so അതാണ് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ സ്കാൻഡിയത്തിനും മാത്രം വേറൊരു എക്സെപ്ഷൻ ഉണ്ട്, അതായത് സ്കാൻഡിയം ഈസ് ഹാവിങ് ഓൺലി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ബാക്കി എല്ലാത്തിനും all other elements of d transition series will have the oxidation state +2 except scandium.
ഓക്കെ, സിങ്കിനാണെങ്കിൽ +2 മാത്രമേ ഉള്ളൂ. ഓൾസോ വേറൊരു കാര്യം കൂടെ പറയാം, ഇൻ അഡീഷൻ ടു +2, +3 ഈസ് ഓൾസോ എ സ്റ്റേബിളർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആഫ്റ്റർ മാംഗനീസ് അപ് ടു സിങ്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് എൻസിലുമുള്ള എലമെന്റ്സിന് ഫ്യൂവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാൻ കാരണം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാം, ലെസർ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ലേ. ഓക്കെ, ഇപ്പൊ സ്കാൻഡിയം ടൈറ്റാനിയം നോക്കുകയാണെങ്കിൽ കുറച്ച് നമ്പർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ഇറ്റ് ഹാസ് ഫ്യൂ ഡി ഇലക്ട്രോൺസ് ടു ഷെയർ. ഓക്കെ, അതുപോലെ തന്നെ ആ എൻഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിങ്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ദർ ആർ നോ ഇലക്ട്രോൺസ് ടു ബി ഷെയർഡ്. സോ either there will be a very few electrons to lose or share, or there will be very less number of available electrons, കാരണം ഫുള്ളി ഫിൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അൺപെയ്ഡ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേറൊന്നും ഷോ ചെയ്യാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഇൻ കേസ് ഓഫ് S and P block, down the group the stability of the higher oxidation state decreases down the group അല്ലേ. But in the case of our transition elements down the group, the stability of higher oxidation state increases. അതായത് ഇവിടെ ഇനേർട്ട് പെയർ ഇഫക്റ്റിന് വലിയ കാര്യമില്ല. ഓക്കെ, ഇനേർട്ട് പെയർ ഇഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ S and P ബ്ലോക്ക് എലമെന്റ്സിൽ സ്റ്റെബിലിറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ഓക്കെ ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം. പക്ഷേ ഇവിടെ അതിന്റെ റിവേഴ്സ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് താഴെയുള്ള എലമെന്റ്സ് ആയിരിക്കും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ മോർ ഫേവറബിൾ ആവുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാം. അതായത് CR6+. ഓക്കെ, CR6+ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ആൻഡ് ഹെൻസ് മോർ റിയാക്റ്റീവ്. അതുകൊണ്ട് തന്നെ CR6+ ഇൻ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആക്ട്സ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റ് ആവാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ അത് റിയാക്റ്റീവ് ആണ്. ബട്ട് MOO3 ആൻഡ് WO3 ആർ നോട്ട്. അതായത് ഡൗൺ ദ ഗ്രൂപ്പ് ഓഫ് ക്രോമിയം എങ്ങനെയാണ്? ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ. ഓക്കെ, W. അപ്പോൾ അതെങ്ങനെയാണ് വരിക? നമ്മളുടെ MO6+ഉം W6+ഉം ഈ CR6+നെക്കാളും മോർ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ടെണ്ണം ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യില്ല. ബിക്കോസ് ദേ ആർ സ്റ്റേബിൾ, ദേ ആർ ഓൾറെഡി സ്റ്റേബിൾ ആൻഡ് ഹെൻസ് നോട്ട് റിയാക്റ്റീവ്. ഓൾസോ ദർ ഇസ് വൺ മോർ പോയിന്റ് ടു ബി നോട്ടഡ് ഹിയർ. അതായത് ഇതിനേക്കാളും ഒക്കെ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്യാൻ ഓൾസോ ബി ഷോൺ ബൈ ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, അതായത് ഈവൻ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. When, in which cases? That is when there is a pi electron bond also in addition to the sigma bonding. Okay, for example in case of our nickel tetracarbonyl, അതായത് NaCO4 and FeCO5 times. Okay, ഇതിലെല്ലാത്തിലും നിക്കലിന്റെയും അയണിനും സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആ. അപ്പോൾ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി ഷോൺ when there is a pi bonding in addition to the sigma bonding. അതായത് മെറ്റലും ആ ഒരു ലൈഗൻറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റിറ്റ്യൂന്റുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു പൈ ബോണ്ടിങ് കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കാർബണിൽസിന്റെ കേസിലാണെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ പഠിക്കുന്നുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് എ പൈ ഇലക്ട്രോൺസ് ആർ ഇൻവോൾവ്ഡ് ഇൻ എ ബാക്ക് ബോണ്ടിങ്. ഓക്കെ, so I hope you have understood the video very clearly, and the rest of the chapter will be dealt in part 2, and till then, bye bye.